നമ്മൾ കൃത്യമായി പറഞ്ഞു, ഇത് മാർക്സത്തിൻ്റെ പരാജയമല്ല, അതിൻ്റെ പ്രയോഗത്തിൽ ചില പോരായ്മകളുണ്ടായിട്ടുണ്ട്. ആ പോരായ്മകളാണ് ഈ രീതിയിൽ സംഭവങ്ങൾ എത്തിച്ചത്. മാത്രമല്ല, കൃത്യമായ ദിശാബോധം, അന്തിമ വിജയം സോഷ്യലിസത്തിന് തന്നെയായിരിക്കും എന്ന കൃത്യമായ ദിശാബോധം ലോകത്തിന് മുന്നിൽ തന്നെ അവതരിപ്പിക്കാൻ ഇന്ത്യയിലെ CPIM-ന് കഴിഞ്ഞു. ഇത് അന്ന് വലിയ പുകിലുണ്ടാക്കിയതാണ് എന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷ മാധ്യമം എന്തുകൊണ്ടാണ് ഇത് പിരിച്ചുവിടാത്തത് എന്നായിരുന്നു ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നത്. വലിയ ആക്ഷേപമായിരുന്നു പിരിച്ചുവിടാത്തതിനെക്കുറിച്ച്. ഇപ്പോൾ ലോക സംഭവഗതികൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, നാം അന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണെന്ന് തെളിയിക്കത്തക്ക തരത്തിലുള്ള സംഭവഗതികളാണ് ലോകത്തുണ്ടായിരിക്കുന്നത്. സോഷ്യലിസത്തിന് തിരിച്ചടിയേറ്റു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇന്നും ലോകത്ത് 1/5 ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പൂർണ്ണമായി തള്ളപ്പെട്ടു പോവുകയല്ല ചെയ്തത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ, നേപ്പാൾ, ശ്രീലങ്ക, അവിടെയെല്ലാം അധികാരത്തിലിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ മാർക്സം തകർന്നുപോയില്ല. മാത്രമല്ല, മാർക്സിസം അജയ്യമാണെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവവികാസങ്ങൾ. പിന്നീടുള്ള ഓരോ പാർട്ടി കോൺഗ്രസ്സുകൾ പരിശോധിച്ചാലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ശക്തമായ ഇടപെടലാണ് CPIM നടത്തിയിട്ടുള്ളത്. 1995 ഛത്തീസ്ഗഡിൽ വെച്ചാണ് 15ാം പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അന്ന് ദേശീയ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാന വിഷയമായി വന്നത്. ആ ഘട്ടത്തിൽ വർഗീയ ശക്തികളെ പ്രതിരോധിക്കുന്നതിനായി നാം നടത്തേണ്ട ഇടപെടലുകൾ, ആഗോളവൽക്കരണ നയത്തിനെതിരെയുള്ള പോരാട്ടം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാട്, ഇതെല്ലാം കൃത്യമായി അവതരിപ്പിക്കുകയും തുറന്നുള്ള ഓരോ പാർട്ടി കോൺഗ്രസ്സിലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ, കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കൽ തുറന്നു വരികയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്
മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകൾ ഈ ഘട്ടത്തിൽ നാം വിശദമായി ചർച്ച ചെയ്തതാണ്. അത് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് സംഘപരിവാറും മറ്റും ശക്തമായി ഇവിടെ നടത്തി വന്നത്. ഈ അജണ്ട, അതായത് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റൽ, അത് മാറ്റാനാവാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് നല്ല ഫലം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലൂടെ ആഗോളവൽക്കരണ നയങ്ങളെ പ്രതിരോധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നാം പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വിമുഖ പോരാട്ടം, അതിനാണ് നമ്മുടെ പാർട്ടി ശ്രദ്ധിച്ചത്. ഒരു വശത്ത് വർഗീയതയെ പ്രതിരോധിക്കുക, വർഗീയതയെ പ്രതിരോധിക്കുന്നതിനായി വർഗീയതയെ പ്രതിരോധിക്കാൻ തയ്യാറുള്ള എല്ലാവരുമായും ചേർന്നുകൊണ്ടുള്ള വിശാലമായ ഒരു ജനകീയ ഐക്യമുന്നണി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത, വർഗീയതയ്ക്കെതിരെയുള്ള എല്ലാവരെയും സഹകരിപ്പിക്കുക, അതാണ് ഒരു വശത്ത് നാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതേസമയം തന്നെ ആഗോളവൽക്കരണ നയങ്ങൾ സൃഷ്ടിക്കുന്ന കടുത്ത പ്രത്യാഘാതങ്ങളുണ്ട്. ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നാം എടുത്തു പറയുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് നിലപാടുകൾ, ആ രണ്ട് നിലപാടുകൾ നമ്മുടെ രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിർത്തുന്നതിന് അടിസ്ഥാനമായി മാറി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. നാം പറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത്. ഓരോ സംസ്ഥാനത്തിലുമുള്ള പ്രത്യേകമായ നിലപാടുകളുണ്ട്. ആ ഓരോ സംസ്ഥാനത്തിലും BJP വിരുദ്ധമായി ചിന്തിക്കുന്ന ഒട്ടേറെ ശക്തികളുണ്ട്. അത്തരം ശക്തികളെ ആകെ BJP വിരുദ്ധ ആളുകളെ കൂട്ടിയോജിപ്പിക്കാനാവുക, അങ്ങനെ സംസ്ഥാനം തോറുമുള്ള അത്തരമൊരു വിപുലമായ യോജിപ്പ് രൂപപ്പെട്ടാൽ BJPയെ പരാജയപ്പെടുത്താനാവും. ഇത്തരമൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനിടയായത് വ്യത്യസ്ത നിലയാണ് സംസ്ഥാനങ്ങളിൽ. ആകെ ഏകീകൃതമായൊരു സമീപനം സ്വീകരിച്ചു പോകാനാവില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകം പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണ് പ്രധാന പ്രബല ശക്തിയായി നിൽക്കുന്നത്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതേസമയം BJPക്കെതിരെ അണിനിരക്കാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരെയെല്ലാം സഹകരിപ്പിച്ച് ആ സംസ്ഥാനത്ത് BJPയെ പരാജയപ്പെടുത്തുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് ഇന്ത്യ എന്ന വേദി രൂപം കൊള്ളുന്നിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചത്. ഇവിടെ
അത്തരമൊരു വേദി ഉയർത്തുന്നതിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികൾ, BJP വിരുദ്ധരായ പാർട്ടികൾ നല്ല പങ്കുവഹിച്ചു. ഈ നിലപാടാണ് ഫലത്തിൽ ഗുണകരമായി മാറിയത്. അതിൻ്റെ ഫലമായാണ് 3/2 ഭൂരിപക്ഷം ഉറപ്പിച്ചതായിരുന്നു BJP. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് BJPയെ പിന്നോട്ടടിപ്പിക്കാൻ കഴിഞ്ഞു. ഒറ്റക്ക് അധികാരത്തിലേറി തങ്ങളുടെ അജണ്ട മുഴുവൻ നടപ്പാക്കാമെന്നായിരുന്നു BJPയുടെ ധാരണ. അത് ഇല്ലാതാക്കിയത് ഈ സമീപനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭാഗമുണ്ട്. അത് ഇത്തരമൊരു മുന്നണി രൂപം കൊള്ളുന്നതിൽ നല്ല പങ്ക് നേരത്തെ പരാമർശിച്ച ഓരോ സംസ്ഥാനത്തുമുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ, അവരാണ് പ്രബലം, ആ കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും നല്ല രീതിയിൽ സഹകരിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ കോൺഗ്രസ്സിന് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു വിശാലമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനല്ല കോൺഗ്രസ് തയ്യാറായത് എന്ന ദുരനുഭവം ഈ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. വളരെ സങ്കുചിതമായ നിലപാട്, അതിൻ്റെ ഭാഗമായി സഹകരിപ്പിക്കാവുന്ന ചില കക്ഷികളെ സഹകരിപ്പിക്കാതിരിക്കൽ, അതിൻ്റെ ഭാഗമായി അനാവശ്യമായ അസ്വാരസ്യം സൃഷ്ടിക്കൽ, BJPക്കെതിരെ അണിനിരക്കേണ്ട മുഴുവൻ ശക്തികളും അണിനിരക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കൽ, ഇത്തരമൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ആ സമീപനത്തിൻ്റെ ദുരന്തം രാജ്യത്തും ചില സംസ്ഥാനങ്ങളിലും BJPക്ക് അധികാരത്തിൽ തുടരുന്നതിന് ഈ സമീപനം ഇടയാക്കി എന്നതാണ്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രവണത ശക്തമായി വന്നത് നാം കണ്ടു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ആ തെരഞ്ഞെടുപ്പുകൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പുകളാണ്. എല്ലാവരും ഉറപ്പിച്ച് കണക്കാക്കിയത് ഈ സംസ്ഥാനങ്ങളിൽ BJP വലിയ തോതിൽ തറപറ്റുമെന്നാണ്. പൊതു അന്തരീക്ഷം അതായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പം തന്നെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന നിലപാടാണ് എടുത്തത്. അപ്പോൾ പിന്നെ വേറെ ആരും വേണ്ട, മറ്റാളുകളെ സഹകരിപ്പിക്കേണ്ടതില്ല. സഹകരണത്തിന് തയ്യാറായ ആളുകളെപ്പോലും അകറ്റി നിർത്തുന്ന നിലയുണ്ടായി. എന്തായി ഫലം? BJP ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായി. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക രീതിയിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിലും മാറ്റമുണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോൾ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാം കണ്ടത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഫലം നാം കണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് കൃത്യമായ രാജ്യത്തിൻ്റെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. ഇപ്പോൾ ഈ സമ്മേളന കാലയളവ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, BJP നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആം ആദ്മിയാണ്. പക്ഷേ BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിച്ച് നിർത്താനുള്ള നിലപാടല്ല അവിടെ സ്വീകരിക്കുന്നത്. ഇവിടെ BJPക്ക് ഗുണമുണ്ടാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. നേരത്തെയും ഇതാണ്. അവിടെ ശക്തമായ പോരാട്ടമാണ് BJPക്കെതിരെ ആം ആദ്മി പാർട്ടി നടത്തുന്നത്. പക്ഷേ ആ ഗവൺമെൻറ്റിനെ നേരത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് ശക്തമായ ഇടപെടലായിരുന്നു കോൺഗ്രസ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി കെജ്രിവാളിനെ എന്തുകൊണ്ട് കേസിൽപ്പെടുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുവരെ നേരത്തെ കോൺഗ്രസ് ചോദിക്കുന്ന നിലയുണ്ടായി. ഇത് പഴയ കാര്യം. പിന്നീട് ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു. ഇപ്പോഴും അതേ നില വീണ്ടും വന്നിരിക്കുന്നു. ശക്തമായ ആക്രമണം ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തുകയാണ്. ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചരണം നടത്താൻ രാഹുൽ ഗാന്ധി തന്നെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് BJPക്കെതിരായി വോട്ട് സമാഹരിക്കുന്നതിനുള്ള നിലപാടല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രാജ്യത്തിനകത്ത് വലിയ തോതിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വസ്തു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരൽ വളരെ പ്രധാനമാണ്. ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷമാണ് എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം കണ്ട ശക്തമായ കർഷക പ്രക്ഷോഭം, ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥി മേഖലയിലുള്ള സമരങ്ങൾ, മഹിളകളുടെ
വിവിധ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ഇതിലെല്ലാം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം BJPയുടെ അഴിമതി നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയതാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിന് നേതൃത്വം നൽകിയതും ശരിയായി ഇടപെട്ടതും CPIM ആണ് എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ രാമക്ഷേത്രം BJP വോട്ട് സമാഹരിക്കാനുള്ള ഒന്നാക്കിയാണ് മാറ്റിയത്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷ്ഠാ ചടങ്ങ്, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കുന്ന നിലയെടുത്തു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ യഥാർത്ഥ നില എന്തായിരിക്കുമെന്നത് ആർക്കും അപ്പോൾ പറയാൻ കഴിയില്ല. ചിലർ പോയി എന്ന് വരും. ഇത് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാനാണ് BJP ബോധപൂർവം കൊണ്ടുവന്നത്. ആ ഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് നമുക്കാണ്. അർത്ഥശങ്കക്കിടയില്ലാതെ നമ്മൾ മതനിരപേക്ഷമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മളതിൽ നിന്ന് മാറി നിന്നു. അത് മറ്റുള്ളവരും തുടരുന്നതിനിടയാക്കി. അപ്പോൾ അത്തരമൊരു ശരിയായ കാഴ്ചപ്പാട് ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ത്യ വേദിയിൽപ്പെട്ട മറ്റുള്ളവരും അതേ നിലപാട് സ്വീകരിക്കുന്നതിനിടയാക്കിയത്. ഇത്തരമൊരു നിലപാട് പൊതുവെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലോ പിന്നെ മതനിരപേക്ഷ മുദ്രാവാക്യം അത് മുന്നോട്ട് വെക്കാൻ തന്നെ പ്രയാസം വരുമായിരുന്നു. ഈ തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും പാർട്ടി സ്വീകരിച്ച സമീപനം രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോക രാഷ്ട്രീയ രംഗത്തും ജനകീയമായ സമീപനം കമ്മ്യൂണിസ്റ്റുകാരാണ് വളർത്തിയെടുക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ നീക്കം സോഷ്യലിസത്തിന് തിരിച്ചടിയേറ്റപ്പോൾ ഏകലോകക്രമം സ്ഥാപിക്കലാണ്. അതിനായി ലോകത്ത് തങ്ങളുടെ പരിധിയിൽ വരാത്ത, തങ്ങൾക്ക് കീഴ്പ്പെടാത്ത രാജ്യങ്ങളെ തകർക്കുന്ന നയമാണ് അമേരിക്ക സ്വീകരിച്ചു പോകുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇറാഖിൻ്റെത്, ലിബിയയുടേത്, ഇപ്പോൾ അവസാനം സിറിയയുടേത് എല്ലാം നാം കാണുകയാണ്. പാലസ്തീൻ പ്രശ്നമെന്നത് അമേരിക്കൻ നയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നവുമാണ്. നാം കാണേണ്ടത് 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സോഷ്യലിസ്റ്റ് ചേരിക്ക് ഏറ്റ തിരിച്ചടിയും ഇത് ലോകശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. ഇതിൻ്റെ ഫലമെന്താണ്? അതിനു മുൻപ് സോവിയറ്റ് യൂണിയൻ ശക്തമായ സാന്നിധ്യമായിരുന്നു.
അപ്പോൾ പല ഘട്ടത്തിലും ശക്തമായ ഇടപെടൽ നടത്താൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ചൈന അവിടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അവരെ നല്ല രീതിയിലുള്ള വളർച്ച കൈവരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ചൈന മാറും എന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ അമേരിക്ക കാണുന്നത് എങ്ങനെയാ? ചൈന നിലനിൽക്കുന്നു, അത് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന രീതിയിലാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിനെ കാണുന്നത്. അതിൻ്റെ ഭാഗമായി ചൈനയ്ക്കെതിരെ വിവിധ രീതിയിലുള്ള സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. പലതരത്തിൽ ചൈനയെ ഒറ്റപ്പെടുത്താനും തകർക്കാനും നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇത് ചൈനയോട് മാത്രമല്ല, ക്യൂബക്കെതിരെ, വടക്കൻ കൊറിയക്കെതിരെ എല്ലാം ഇതേ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചു പോകുന്നത്. ക്യൂബയുടെ കാര്യത്തിൽ ചില ഇളവുകൾ അവസാന ഘട്ടത്തിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബൈഡൻ്റെ കാലത്ത് നടന്നു. ട്രംപ് വന്ന് ആദ്യം തന്നെ ചെയ്തത് അതെല്ലാം റദ്ദാക്കി പഴയത് പുനഃസ്ഥാപിക്കലാണ്. ക്യൂബയെ വലിയ അസഹിഷ്ണുതയോടെയാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എവിടെയൊക്കെ ഉണ്ടോ അത് തകർക്കൽ ലോക മുതലാളിത്തത്തിൻ്റെ ആവശ്യമായിട്ടാണ് കാണുന്നത്. മുതലാളിത്തത്തിന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ ഒരു രീതിയിലും പൊരുത്തപ്പെട്ട് കാണാൻ പറ്റുന്നില്ല, അതുമായി പൊരുത്തപ്പെടാനേ പറ്റുന്നില്ല. അതിനെ തകർക്കണമെന്ന വാശിയിലാണ്. അതിനുള്ള ഇടപെടൽ നേരത്തെ നടത്തി, ഇപ്പോഴും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ല റഷ്യയിൽ, പക്ഷേ പൂർണ്ണമായി അമേരിക്കക്ക് കീഴ്പ്പെട്ടല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ അതുപോലുള്ള റഷ്യ ഒരു വലിയ രാജ്യമാണല്ലോ, അത്തരം രാജ്യങ്ങളെയും തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം, അതും റഷ്യയെ വളഞ്ഞു പിടിക്കാനുള്ള അമേരിക്കൻ സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പരിശോധിച്ചാൽ ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. നാം കാണേണ്ടത് ലോകത്താകെയുള്ള സൈനിക ചെലവ്, ആ സൈനിക ചെലവിൻ്റെ 40% അമേരിക്കയുടേതാണ്. യുദ്ധഭീഷണി സൃഷ്ടിച്ച അതിൻ്റെ ഭാഗമായി ആയുധങ്ങൾ ചെലവഴിക്കുക എന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയസമീപനമാണ്. ഇത്തരത്തിലെ മുതലാളിത്തം പൊതുവെ ലോകരംഗത്ത്
നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ്. ഇത് പലവിധ പ്രതിരോധങ്ങൾക്കിടയാക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ലോകരംഗത്ത് ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്ന് നാം കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ റഷ്യയുടെ കയറ്റുമതിയിൽ 1/3 ചൈനയുമായാണ്. ഇപ്പോൾ റഷ്യയാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്നത്. ഇതൊരു ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന പ്രത്യേക യോജിപ്പാണ്. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ വളർന്നു വരുന്നുണ്ട്. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ വളർച്ചയും ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം ഉറപ്പിച്ചു നിർത്തൽ, ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ് എന്നതാണ് നാം കാണേണ്ടത്. ലോകത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം നാം ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അത് വലതുപക്ഷ ശക്തികൾ പിടിമുറുക്കാനുള്ള നടപടികൾ ലോകരംഗത്ത് സ്വീകരിച്ചു വരികയാണ്. ആഗോളവൽക്കരണ നയം കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാൻ ആ ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്. അത് നടപ്പാക്കാനാണ് സർക്കാരുകൾ ഈ നയം അംഗീകരിച്ചിടത്തെല്ലാം ശ്രമിച്ചു വരുന്നത്. അപ്പോൾ ഇവയ്ക്കെതിരെയുള്ള ജനവികാരം സ്വാഭാവികമായും ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ആവുന്നത്. അപ്പം അതിനെതിരെ കടുത്ത ജനവികാരം ശക്തിപ്പെടും. ആ ജനവികാരത്തെ തെറ്റായ രീതിയിലേക്ക് തിരിച്ചുവിട്ട് അതിലൂടെ കരുത്ത് നേടാൻ വലതുപക്ഷം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചാണ് സംഭവിക്കുക. ഇവിടെ ജനകീയ രാഷ്ട്രീയത്തിൻ്റെ വികാസം, അതിലൂടെ ഭരണമാറ്റം, ഇതെല്ലാം നടക്കണമെങ്കിൽ ഉയർന്നു വരുന്ന പ്രതിഷേധം ശരിയായ കാഴ്ചപ്പാടോടെ നയിക്കാൻ കഴിയണം. ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ട അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം, പിന്നെ കേട്ട മുല്ലപ്പൂ വിപ്ലവം, ഇതിലൊക്കെ നല്ല പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ആ പ്രക്ഷോഭങ്ങൾക്ക് ശരിയായ നേതൃത്വമുണ്ടായിരുന്നില്ല. ശരിയായ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രക്ഷോഭങ്ങളെ നയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് അനുകൂലമായി മാറുകയില്ല. അതാണ് ആ ഘട്ടത്തിൽ തന്നെ നാം വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ അത്തരം പ്രക്ഷോഭങ്ങൾ നയിക്കുക എന്നതാണ്. അങ്ങനെ നയിക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ഈ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും അവിടെയൊന്നും അതിനനുസരിച്ചുള്ള ഭരണമാറ്റത്തിലേക്ക് എത്താതിരുന്നത്. ഇവിടെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തെ തുറന്നു നടന്ന
തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ തോതിലുള്ള ഭരണമാറ്റം പോലും ഉണ്ടായില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രീലങ്കയെ കാണണം. ശക്തമായ ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടാണ് ശ്രീലങ്കയെ നയിക്കാൻ അവിടെ ശ്രമിച്ചത്. അതിന് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അവിടെ അധികാരത്തിലെത്തുന്ന നിലയുണ്ടായത്. അപ്പോൾ ശരിയായ രാഷ്ട്രീയ ധാരണ, ബദൽ സമീപനം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുക എന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരായ പക്ഷേ അമേരിക്കയിലെ ട്രംപിൻ്റെ വിജയം ലോകത്തിന് തന്നെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ ട്രംപ് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ അത് ട്രാൻസ്ജെൻഡറുകൾക്കെതിരെയും കുടിയേറ്റക്കാർക്കെതിരെയും തിരിയുന്ന നില വന്നിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് പുതിയ ചിന്തകൾക്ക് പകരം പ്രാചീനമായ ചിന്തകളെ ആധുനികമെന്ന വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് വലതുപക്ഷ ശക്തികൾ ലോകത്തിലെ ആശയമണ്ഡലത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ BJPയുടെ എല്ലാ മികവോടെയും വീണ്ടും തിരിച്ചു വരുമെന്ന് അവരുടെ പ്രതീക്ഷ. 3-2 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും. അത് തടയുന്നതിന് നല്ല ഇടപെടൽ നടത്താൻ നമുക്കായിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച നേട്ടം മുഴുവനായില്ല എന്നത് അതിൻ്റെ കൂടെ കാണേണ്ടതുമാണ്. നമ്മുടെ രാജ്യം മുന്നോട്ട് വച്ച മതനിരപേക്ഷത, സാമൂഹ്യനീതി, സമത്വം, ഫെഡറലിസം, ഈ കാഴ്ചപ്പാടുകളെല്ലാം ഭരണഘടനയുടെ ഭാഗമായി മാറിയത് യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളായിരുന്നു ഇത് എന്നുള്ളതാണ്. ആ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും ചെയ്ത BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് യോജിപ്പുള്ള കാര്യമല്ല. ഇത്തരം ഒരു മൂല്യവും അവരംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്കെതിരെ ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുന്നത്. ഭരണഘടനയ്ക്ക് പകരം മറ്റ് നിയമങ്ങളെ, മനുസ്മൃതി അതുപോലുള്ള കാര്യങ്ങളെ പ്രകീർത്തിക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഫെഡറലിസം തകർക്കാനുള്ള നീക്കങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം കേന്ദ്രത്തിൽ വേണം. എന്നാൽ സംതൃപ്തമായ സംസ്ഥാനങ്ങളും അതേ ഭാഗത്ത് നിലനിൽക്കണം. ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുക, കേന്ദ്രത്തിൻ്റെ നയം രാജ്യത്താകെ അടിച്ചേൽപ്പിക്കുക, ഇതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മേഖല
വിദ്യാഭ്യാസത്തിൻ്റേതാണ്. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിച്ചാൽ ഭാവിയിൽ രാജ്യത്തെയാകെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റാനാകുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ തങ്ങളുടേതായ അധികാരം ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇപ്പോൾ ഫെഡറൽ സംവിധാനം പൂർണ്ണമായി തകർത്താൽ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ ഫെഡറലിസത്തിനെതിരെയുള്ള ശക്തമായ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന വകുപ്പുകളുണ്ട്, അവയെ കൺകറന്റ് ലിസ്റ്റിലേക്ക്, കേന്ദ്ര ലിസ്റ്റിലേക്ക് മാറ്റുക. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമം സംസ്ഥാനത്തിൻ്റെ നിയമം വ്യത്യസ്തമാണെങ്കിൽ കേന്ദ്ര നിയമമാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക. ഈ ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ പിടിമുറുക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഇപ്പോൾ UGC ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. രാജ്യത്തെ ജനാധിപത്യ സംവിധാനം, മതനിരപേക്ഷത നിലനിർത്തുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ മതനിരപേക്ഷത വേണ്ട എന്നാണല്ലോ കേന്ദ്രത്തിനുള്ളത്. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ തകർക്കണം, പൂർണ്ണമായ കാവ്യവൽക്കരണം നടപ്പാക്കാനാവണം. അതിൻ്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ദുരിതം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നാം കാണണം. ഇപ്പോൾ UGC പുറത്തിറക്കിയ പുതിയ കാര്യനിർദ്ദേശങ്ങൾ അത് സംസ്ഥാനത്തുള്ള സർവകലാശാലകളുടെ നിയന്ത്രണം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കലാണ്. അതിനിടയാക്കുന്നതാണ്. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ്. സർവകലാശാലകൾക്കുള്ള ഫണ്ടുകളും മറ്റും സംസ്ഥാന സർക്കാരുകളാണ് അനുവദിക്കുന്നത്. ഇപ്പോൾ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. അതേസമയം 481 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഇവയുടെ എല്ലാ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുക. BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെതിരെ BJP ഇതര സർക്കാരുകൾ വിവിധ രീതിയിൽ പൊരുതുന്നുണ്ട്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൻ്റെ അധികാരം കേന്ദ്രത്തിന് ലഭിക്കും വിധമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. VCമാരെ നിയമിക്കുന്ന അധികാരം ഗവർണർക്ക് നൽകുന്നതാണ് കരട്. ഇപ്പോൾ 3 അംഗ സമിതി, അതിൽ 2 പേര് ചാൻസലർ. ഗവർണറെ നിയമിക്കുന്ന രീതി യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തെ തന്നെ ഇല്ലാതാക്കലാണ്.
ഗവർണർക്ക് ചാൻസലർ പദവി നൽകുന്നതിന് ഒരു ന്യായീകരണവുമില്ല എന്ന് പറഞ്ഞത് കുഞ്ചി കമ്മീഷനായിരുന്നു. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വരുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതോടൊപ്പം വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നവർക്ക് അധ്യാപന പരിചയം വേണ്ടതില്ല എന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. അധ്യാപക വൃത്തി എടുക്കണ്ട. ഇവിടെ കാണേണ്ടത് കോളേജ് പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ഈ രീതിയിൽ നിയമിക്കാനാകുമെന്നതാണ്. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അതിൽ നിന്ന് 2 പേര്, വൈസ് ചാൻസലറുടെ പ്രതിനിധികളായി 3 പേര്, അപ്പോൾ 5 പേര്. അവരാണ് പ്രിൻസിപ്പളിനെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ 3 ആള് വൈസ് ചാൻസലറുടെ പ്രതിനിധികളാണ്. അധ്യാപക നിയമനത്തിനാണെങ്കിൽ VC നിർദ്ദേശിക്കുന്ന 5 പേരുടെ പാനൽ, അതിൽ നിന്ന് 3 വിഷയ വിദഗ്ധരെ കോളേജ് ഇന്റർവ്യൂവിന് തീരുമാനിക്കാം. ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത് സംഘപരിവാർ നിശ്ചയിക്കുന്നയാള് സർവകലാശാല വൈസ് ചാൻസലറാവും. അവർ നിർദ്ദേശിക്കുന്നയാള് കോളേജ് പ്രിൻസിപ്പാളാവും, അധ്യാപകരാവും. ഈ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ തന്നെ ആ സ്ഥാപനത്തെ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്ത് കളയും. എവിടത്തേക്കാണ് പോകുന്നത് എന്നത് ഗൗരവമായി കാണേണ്ടതാണ്. ഇപ്പോൾ രാജ്യത്തെ കായ്വൽക്കരിക്കുന്നതിനുള്ള അജണ്ടയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ശക്തമായി പ്രതിരോധിക്കേണ്ടതായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾ ഇത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം അതിനാണ് തടസ്സം സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ഫെഡറലിസത്തെ തകർക്കാനും ഉതകുന്നതാണ്. നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായി പാർലമെൻറ്റ് നിലനിൽക്കുന്നു എന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന പാർലമെൻ്ററി സംവിധാനം സംഘപരിവാറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കുന്നില്ല. അവർ പ്രസിഡൻഷ്യൽ സംവിധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, അതെല്ലാം ഇതിൻ്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് എന്ന് നാം കാണണം. ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെക്കുറിച്ച് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ കാര്യം, ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ മാറ്റാനാവില്ല. അതാണ് സുപ്രീം കോടതിയുടെ 13 അംഗ ഭരണഘടനാ ബെഞ്ച് കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയിൽ എടുത്തു പറഞ്ഞ കാര്യം. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ തകർക്കാൻ എളുപ്പമല്ല. ഇത് മറികടക്കണം. അതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതിന് ജഡ്ജിമാരുടെ നിയമനം തന്നെ
കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും നടത്താനാവണം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, അതിൽ പ്രധാന പങ്ക് ഫെഡറലിസത്തിനുണ്ട്. ഈ ഫെഡറൽ സംവിധാനം ദുർബലപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതാകും, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകരുന്നതിനിടയാക്കും. ഇത്തരമൊരു സമീപനം ഒരുപാട് ഭാഷയും വിവിധ സംസ്കാരങ്ങളുമുള്ള നമ്മുടേതുപോലൊരു രാജ്യത്ത് നടപ്പാക്കിയാൽ രാഷ്ട്രമെന്ന നിലയിലുള്ള അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. നാം കാണേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ പരിരക്ഷ അത് മതനിരപേക്ഷതയുടെ ഭാഗമായുള്ള കാര്യമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരായി മാറ്റുന്നതിനുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വേട്ടകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് വ്യാപകമായ ആക്രമണം. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രമല്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ആ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ ആക്രമണം, വേറൊരു ഭാഗത്ത് ദളിതുകൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളും വ്യാപകമായി വരികയാണ്. ഇതിൻ്റെ കൂടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് ശക്തികളെ പ്രീണിപ്പിക്കൽ, വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കൽ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% ജനസംഖ്യയുടെ 1% ഉടമസ്ഥതയിലാണ്. ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള 50% കൈവശം വെറും 3% സമ്പത്ത് മാത്രമാണുള്ളത്. ഇതൊരു ചിത്രം. വേറൊരു ചിത്രം, നമ്മുടെ രാജ്യത്ത് 23 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ വലിയ അസന്തുലിതാവസ്ഥ രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഒരു ശ്രമവും കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ചാൽ വിദേശ കോർപ്പറേറ്റുകൾക്ക് 5% നികുതിയാണ് കുറച്ചത്. രാജ്യത്തിലെ 60% പേർ ഉപജീവനം നടത്തുന്ന കാർഷിക വൃത്തി, ആ കർഷകരുടെ പ്രധാന ആവശ്യമാണ് ന്യായമായ താങ്ങുവില. ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല. രാസവള സബ്സിഡി 24,894 കോടി രൂപയാണ് കുറച്ചത്. ഭക്ഷ്യ സബ്സിഡിയിലും വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലും ഇതേ സ്ഥിതി തന്നെയാണ്. ജനദ്രോഹപരമായ ഇത്തരം നയങ്ങളെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായും ജനങ്ങൾ തയ്യാറാകും. അപ്പോൾ അത് സംഭവിക്കരുത് എന്നിവർക്ക് ആഗ്രഹമുണ്ട്. അതിനായി ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നത്. അതിനാണ്
വർഗീയത വലിയ തോതിൽ ഇളക്കി വിടുന്നത്. ഇപ്പോൾ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടലാണ്. ഇതിന് കോർപ്പറേറ്റുകൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ട ഇതാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നത്, ഇതെല്ലാം കൊണ്ടാണ് CPIM പറയുന്നത്. അപ്പോൾ വർഗീയ അജണ്ടകളെ പ്രതിരോധിക്കണമെങ്കിൽ ശരിയായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുകളുള്ളത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തലാണ് മർമ്മപ്രധാനമായ കാര്യം. ഇടതുപക്ഷം ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി നല്ല നിലക്ക് വികസിക്കേണ്ടതുണ്ട്. അതിനനുസൃതമായ പ്രവർത്തന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാനാവണം. വർഗീയതക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കുമെല്ലാം എതിരായി ജനകീയ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷമാണ് പൊരുതുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് 2021 LDF തുടർ ഭരണം നേടുന്ന അവസ്ഥയുണ്ടായത്. ഇത് ചെറിയ തോതിലല്ല വലതുപക്ഷത്തെ വിളറി പിടിപ്പിച്ചിരിക്കുന്നു. 1957 ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലായി എന്ന് വന്നപ്പോൾ അന്നതുണ്ടാക്കിയ വിളറിപിടുത്തമുണ്ട്. അന്നത്തെ ഭൂഷാഭൂഢവർഗത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു. പിന്നെ ഇടക്കിടക്ക് നാം അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി അധികാരത്തിൽ വരിക എന്നത് ഒരു തരത്തിലും ഈ ശക്തികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി LDF സർക്കാരിനെതിരായി ശക്തമായ പ്രചാരവേലകൾ എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള ഐക്യനിര രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്നു. ആ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് നേരത്തെ തന്നെ മാർക്സും ഏംഗൽസും എല്ലാം പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാ പിന്തിരിപ്പന്മാരും ഒന്നായി ചേരും എന്നായിരുന്നു നൽകിയ മുന്നറിയിപ്പ്. അത്തരമൊരു നിലയിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം വികസിച്ചു വരുന്നത്. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു വിശാല മുന്നണി ആ നിലയിൽ
ഒന്നിച്ചു ചേരാനുള്ള ശ്രമമാണ് ഇവർക്കുള്ളത്. ഇതിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അത് പല തലങ്ങളിൽ നടന്നിട്ടുണ്ട്. നേരത്തെ അപൂർവം ചില ഘട്ടങ്ങളിൽ അതിലൊന്ന് 1957 വന്ന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത് 60. ആ 60 അന്നത്തെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത EMSനെ പരാജയപ്പെടുത്താൻ BJPയുടെ മുൻഗാമികളായ ജനസംഘവുമായി യോജിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തി. അതായിരുന്നു 1960 പട്ടാമ്പിയിൽ കണ്ടത്. എന്നാൽ അതേ നില തന്നെ 1971 സഖാവ് AKജിയെ പരാജയപ്പെടുത്താൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ശ്രമിക്കുകയുണ്ടായി. ആ ശ്രമങ്ങളെയൊക്കെ അതത് ഘട്ടത്തിൽ കേരളം പരാജയപ്പെടുത്തിയ. പിന്നെ ഉണ്ടായത് BJPയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ടുകൾ നൽകാം. അതിൻ്റെ ഭാഗമായി OLB സഖ്യം വടകരയിലും ബേപ്പൂരും BJPയുടെ സ്ഥാനാർത്ഥികൾ UDF വോട്ട് കൊടുക്കുക. പക്ഷേ അതും പരാജയപ്പെടുത്തി. മൂന്നാമത്തെ ഘട്ടം ഇവിടെ UDF സ്ഥാനാർത്ഥി ഉണ്ടാവും, പക്ഷേ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. അതാണ് 2016 നേമത്ത് നടന്നത്. ഇപ്പോൾ തൃശ്ശൂരിലും ലോക്സഭാ മണ്ഡലത്തിലും അതേ നില ആവർത്തിച്ചായി കാണുന്നുണ്ട്. അപ്പോൾ BJPയും UDFും തമ്മിലുള്ള ഒത്തുപോക്ക്, ഇത്തരമൊരു കൂട്ടുകെട്ട് അത് പല രീതിയിൽ പുറത്തു വരുന്നുണ്ടെന്നർത്ഥം. ഇത് മറച്ചു വെക്കണം അവർക്ക് ഏറ്റവും പ്രധാനം ഇത് മറച്ചു വെക്കാൻ മറു ആരോപണം ഉന്നയിക്കലാണ്. അതിനവർ സാധാരണയിൽ ആരും വിശ്വസിക്കാനിടയില്ലാത്ത പ്രചരണങ്ങളാണ് നടത്തുന്നത്. BJPയും ഇടതുപക്ഷവും തമ്മിൽ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം. ഇവിടെ അധികാരം, അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. UDF, മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് അനുസൃതമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. BJPയെ കൂടെ നിർത്തുക, അവർക്ക് സീറ്റുകൾ നൽകുക, ഇതൊക്കെ അധികാര താല്പര്യത്തിൻ്റെ ഭാഗമായി UDF നീക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുമായി പരസ്യമായ ബന്ധമാണ് കോൺഗ്രസിനും UDFനുമുള്ളത്. ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത്, അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. ഇത് ശരിയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനും
ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്താനുമാണ് ഈ രീതിയിലൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. ഇത്തരം മഴവിൽ സഖ്യം രൂപപ്പെട്ടെങ്കിലും ശക്തമായ പ്രചരണങ്ങൾ ഇക്കൂട്ടർ നടത്തുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ വലിയ തോതിൽ ഏശിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വയനാട് പാർലമെൻറ്റ്, ചേലക്കര അസംബ്ലി മണ്ഡലം, പാലക്കാട് അസംബ്ലി മണ്ഡലം. അതിൽ വയനാടും പാലക്കാടും നേരത്തെ UDF ജയിച്ചു നിന്ന മണ്ഡലങ്ങളാണ്. പാലക്കാടാണെങ്കിൽ 2016 തന്നെ LDF 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. ഇവിടെ ചേലക്കര LDF വിജയിച്ച് നിൽക്കുന്ന മണ്ഡലം. ചേലക്കരയിൽ LDFനെ പരാജയപ്പെടുത്തിയാൽ LDFന് കനത്ത തിരിച്ചടിയായി എന്ന് പറഞ്ഞുകൊണ്ട് വൻപിച്ച പ്രചാരവേല സംഘടിപ്പിക്കാമെന്നായിരുന്നു UDFൻ്റെ കണക്കുകൂട്ടൽ. അതിനാവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തി. പക്ഷേ ചേലക്കര LDF സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിൽ ജയിച്ചു വരാനായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞിട്ടും LDFൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനുമായി. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെങ്കിലും അതല്ല വസ്തുത എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. LDFനെ നല്ല രീതിയിൽ ഇത്തരം പ്രചാരവേലകളെ എതിർക്കാനായി എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ രാജ്യത്താകെ വർഗീയ സംഘർഷങ്ങളാണ്. വർഗീയ സംഘർഷമില്ലാത്ത ഒരു സംസ്ഥാനമായാണ് കേരളം നിലനിൽക്കുന്നത്. ഇവിടെ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, അവർ തലപൊക്കുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുകയാണ്. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 1600 രൂപ വീതമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത്. 60 ലക്ഷത്തിലധികം പേർക്ക് ആ പെൻഷൻ നാം നൽകുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുമ്പോൾ ആരോഗ്യ മേഖലയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനാണ് നാം നടപടിയെടുക്കുന്നത്. ആർദ്രം മിഷൻ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ നല്ല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് തലചായ്ക്കാനൊരിടം ലൈഫ് മിഷൻ്റെ ഭാഗമായി അത് 4.25 ലക്ഷത്തിലധികം വീട് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലുമാണ്. അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ വരുന്ന നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നിയമനം കേരള PSC വഴി പ്രതിവർഷം 30,000-ലേറെ നിയമനങ്ങളാണ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അത് 1000-ൽ താഴെയാണ്. 1957-ൽ നാം ഇവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കിയതാണ്. 67-ൽ കുടികിടപ്പ് അവകാശം നടപ്പിലാക്കി. ഇവിടെ എല്ലാവർക്കും പട്ടയം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി പട്ടയം നല്ല രീതിയിൽ നൽകുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണവും നല്ല നിലയിൽ നടക്കുകയാണ്. അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി. നമ്മുടെ രാജ്യത്തെ 12 സർവകലാശാലകൾ എടുത്താൽ ആ 12-ൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ 12. അതിൽ 9-ാം സ്ഥാനത്ത് കേരള സർവകലാശാല, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ സർവകലാശാല, 11-ാം സ്ഥാനത്ത് മഹാത്മാഗാന്ധി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല 43-ാം സ്ഥാനത്തുണ്ട്. ഇത് നേരത്തെ 100 പിറകിലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 100 കോളേജുകൾ, അതിൽ 16 കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ്. 300 കോളേജുകൾ എടുത്താൽ അതിൽ 71 കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൽ 16 സർക്കാർ കോളേജുകളുമാണ്. നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത്, അതേസമയം തന്നെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നല്ല നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിനായി നിക്ഷേപം വലിയ തോതിൽ വരണം. ഇപ്പോൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നമ്മളാണ്. വളരെ പുറകിലായിരുന്നു നമ്മൾ. ഇവിടെ നിക്ഷേപേ വരില്ല എന്നുള്ള കണക്കൂട്ടലായിരുന്നു. തുടർച്ചയായി നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ വിവിധ പദ്ധതികൾ നമ്മുടെ ഖജനാവിൽ വലിയ ശേഷിയില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. അതിനാണ് മറ്റൊരു സ്രോതസ്സ് എന്ന നിലയ്ക്ക് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി ഇതിനകം 90,000 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. PSC നിയമനങ്ങളെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ കാണേണ്ടത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകളാണ്. നമ്മൾ 40% നിയമനം കേരളത്തിലാണ് നടത്തുന്നത്. കഴിഞ്ഞ സർക്കാർ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ നിരവധി പദ്ധതികൾ LDF അധികാരത്തിൽ വന്നപ്പോഴാണ് നടപ്പാക്കിയത്. ഒരുപാട് പദ്ധതികൾ നമുക്കറിയാവുന്നതാണ്. നാഷണൽ ഹൈവേയുടെ ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി ലോകത്തെ വൻകിട തുറമുഖങ്ങളിൽ ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം.
കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമായതല്ല. വലിയ തോതിൽ സംസ്ഥാനത്തെ തകർക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര അവഗണന ശക്തമായാണ് നിലനിൽക്കുന്നത്. നികുതി കൂടുതൽ സമാഹരിച്ച് മുന്നോട്ട് പോവുക, വരുമാനം വർദ്ധിപ്പിക്കുക, തനത് വരുമാനം വർദ്ധിപ്പിക്കുക, ഇതാണ് നാം സ്വീകരിക്കുന്ന നിലപാട്. ഇതിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്നത് സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണമുണ്ട്, വായ്പയെടുക്കുന്ന പണവുമുണ്ട്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റത് രണ്ടും വലിയ തോതിൽ കുറവ് വരുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. GST വന്നതോടെ നികുതി വർധനവിൻ്റെ അവസരമൊക്കെ ഇല്ലാതായി. അതോടൊപ്പം നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല. 57,000 കോടി നമുക്ക് ലഭിച്ചില്ല. കടമെടുക്കാനുള്ള അവകാശം അത് നിഷേധിക്കുന്ന നില. അപ്പോൾ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നീക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അതേപോലെ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര വിഹിതവും പദ്ധതികളും നൽകില്ല എന്നതാണ് നിലപാട്. അത് വളരെ പരിഹാസ്യമായ നിലയിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയാണ്. നമ്മളിപ്പോൾ 4,25,000-ലധികം വീടുകളാണ് ലൈഫ് മിഷനിൽ പൂർത്തിയാക്കിയത്. അതിൽ കുറച്ച് വീടുകൾക്ക് കേന്ദ്ര സഹായമുണ്ട്. അപ്പോൾ അതിലൊരു ഗണം 22,000 കിട്ടുക കേന്ദ്ര ഗവൺമെൻറ് ഒരു വീട്ടിന്. ആ 22,000 കഴിച്ച് ബാക്കിയുള്ളതെല്ലാം സംസ്ഥാനം എടുത്താണ് നമ്മുടെ വീട് പൂർത്തിയാക്കുന്നത് 4 ലക്ഷത്തിന്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഓരോ വീട്ടിൻ്റെയും മുന്നിൽ ഒരു ലോഗോ വെക്കണം, കേന്ദ്ര ഗവൺമെൻറ് ലോഗോ, അതിൽ ചില ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമല്ല. കാരണം ഞങ്ങൾ 4 ലക്ഷത്തിലധികം വീട് ഇവിടെ പൂർത്തിയാക്കി. എവിടെയും ഒരു ലോഗോ ഇല്ല, ആരുടെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരുടെ വീടാണ്, അവരുടെ സ്വന്തം വീടാണ്. അത് ആരോ നൽകിയ വീടാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പണം തരില്ല. ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാനില്ല, ഞങ്ങൾ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാട് ഇപ്പോൾ എടുത്തു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ജനങ്ങളെ മാറ്റിമറിക്കാനാവില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നാം കാണേണ്ടത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്വസ്ഥമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം അതും നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെയും മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നല്ല വിജയം നേടാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തന്നെ തുടർ ഭരണവും LDFനെ ഏൽപ്പിച്ചു. എല്ലാ നുണക്കഥകളും നേരത്തെ പൊളിഞ്ഞതാണ്. പുതിയ നുണക്കഥകളും ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയുമാണ്. അത് കാണിക്കുന്നത് യാഥാർത്ഥ്യം
അധികകാലം മറച്ചു വെക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFും CPIMും ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.